1956 തുടങ്ങിയ UEFA ചാമ്പ്യൻസ് ലീഗ് ചരിത്രമെടുത്തു നോക്കിയാൽ ആംഗ്ലോ ലാറ്റിൻ ഐബേറിയൻ ക്ലബ്സ് ഒരുമിച്ച് വന്നിരുന്ന ഒരു കോണ്ടിനെന്റൽ ബാറ്റിലായിരുന്നു UEFA യൂറോപ്യൻ കപ്പ്. തുടക്കം മുതൽ 5 വർഷം വരെ കോൺസിക്യൂട്ടീവ് ടൈറ്റിൽ നേടിയ റിയൽ മാഡ്രിഡ് ആയിരുന്നു അന്നത്തെ ഏറ്റവും പ്രബലരായിരുന്ന ശക്തി. ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ, ഫെറൻസ് ബുസ്കസ്, ഇതൊരു ജനറേഷൻ തന്നെയായിരുന്നു. നാളിതുവരെ നടന്ന ഫൈനൽസ് എടുത്തു നോക്കിയാൽ എക്കാലത്തെയും ഐക്കോണിക് ഫൈനൽസ് ഇവയാണ്. 1999 നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബയൺ മുനിക്. കളിയുടെ 90-ാം മിനിറ്റ് വരെയും ബയൺ 1-0 മുന്നിൽ തന്നെയായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ഷെറിംഗ്ഹാം സോൾഷ്യ കൂട്ടുകെട്ടിൽ ഒരു മിറാക്കിൾ. 2-1 രീതിയിൽ സ്കോർ മാറി മറിഞ്ഞു. 2005 നടന്ന ലിവർപൂൾ വേഴ്സസ് AC മിലാൻ ഫൈനൽ ലിവർപൂളിന്റെ കംബാക്ക് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ AC മിലാൻ 3-0 മുന്നിലായിരുന്നു എങ്കിലും ജെറാർഡ് സ്മൈസർ അലോൺസോ ഫൈനൽ പെനാൽറ്റി ഷൂട്ടൌട്ട് കൊണ്ട് 6 മിനിറ്റിൽ തന്നെ സ്കോർ ഈക്വലാക്കി. 2014 റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. 93-ാം മിനിറ്റിൽ സെർജിയോ റാമോസിന്റെ ഹെഡർ, പിന്നെ എക്സ്ട്രാ ടൈമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ കൂടിയായപ്പോൾ റയലിനാകട്ടെ 10ാം കിരീടം. 2025 UCL ഫൈനൽ എത്തി നിൽക്കുമ്പോൾ 2020 ശേഷം PSG ഫൈനലിൽ നിൽക്കുന്നു. ഇതുവരെ ഒരു കപ്പ് പോലും നേടാനാകാത്ത PSG ഈ ഫൈനൽ ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. 3 തവണ കപ്പ് നേടിയ ഇന്റർ ആകട്ടെ 2010 ശേഷമാണ് വീണ്ടും ഫൈനലിലെത്തുന്നത്. ജർമ്മനിയിലെ അലൈൻസ് അറീന സ്റ്റേഡിയത്തിൽ വെച്ച് മെയ് 31 നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഓരോ ഫുട്ബോൾ ആരാധകരുടെയും കാത്തിരിപ്പിന്റെ കഥയാണ്. PSG സ്വപ്നം കാണുന്ന കപ്പ് നേടാനാകുമോ? ഇന്റർ തങ്ങളുടെ കിരീടങ്ങളുടെ എണ്ണം കൂട്ടുമോ എന്ന് നമുക്കിനി അക്ഷമയോടെ കാത്തിരിക്കാം.